ഹരേ കൃഷ്ണ. നമുക്കിന്ന് വളരെ രുചികരമായ ഒരു ഏകാദശി പ്രസാദം ഉണ്ടാക്കാം. ഇത് വളരെ രുചികരമാണ്. നമുക്ക് ഒരു നേരം ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കിതൊരു ഫുൾ മീലായിട്ട് നമുക്ക് ഉപയോഗിക്കാനും പറ്റും. വളരെ സ്വാത്വികമായ ഒരു ഏകാദശി വിഭവമാണ്. ഇത് ഉണ്ടാക്കുന്നതിനായിട്ട് വളരെ എളുപ്പമാണ്. നമുക്ക് പാലാണ് ആവശ്യമായിട്ടുള്ളത്. നന്നായിട്ട് തിളപ്പിച്ച് ആറിയ പാല്. പിന്നെ നമുക്ക് ഇപ്പോൾ ഞാൻ ഇതിലെടുത്തിരിക്കുന്നത് തണ്ണിമത്തങ്ങയാണ്. അതുപോലെ തന്നെ നന്നായിട്ട് വേവിച്ച ചൗവരി. തണ്ണിമത്തങ്ങ കുരുവൊന്നുമില്ലാതെ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് ഒരു മിക്സിയിലേക്ക് ഇട്ടു. പാല് നന്നായിട്ട് തിളപ്പിച്ചിട്ട് നന്നായിട്ട് ആറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്തിട്ട് വേണം ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാനായിട്ട്. ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്തു. പഞ്ചസാര ആവശ്യമുള്ളവർക്ക് ചേർക്കാം, വേണ്ടാത്തവർക്ക് ചേർക്കണ്ട. ചൗവരി നന്നായിട്ട് ഒന്ന് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. 1 മണിക്കൂറോളം ചൗവരി ഞാനൊന്ന് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷമാണ് വേവിച്ചത്. അപ്പോൾ പെട്ടെന്നത് വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഇത് നന്നായിട്ട് ഞാൻ അടിച്ചെടുത്തു. അതിനകത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഞാൻ നിലനിർത്തിക്കൊണ്ടാണ് അടിച്ചത്, ഒന്ന് കടിക്കാനായിട്ട്. അതല്ലെങ്കിൽ നന്നായിട്ട് നിങ്ങൾക്ക് അടിച്ചെടുക്കുകയും ചെയ്യാം, എങ്ങനെയാണോ നമ്മുടെ ഇഷ്ടം. അതിനുശേഷം വേവിച്ച് ഊറ്റി വെച്ചിരുന്ന ചൗവരിയും കൂടെ അതിലേക്ക് ചേർത്തു. ഇത്രയേ ഉള്ളൂ. വളരെ സ്വാദിഷ്ടമായ, എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഏകാദശി വിഭവമാണ് ഇത്. ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഒരു നല്ല ഒരു ഫുൾ മീലാണ് ഈ ഏകാദശി പ്രസാദം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒന്നുണ്ടാക്കി നോക്കൂ.